ഹായ് ഹലോ. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വിഷുവിൻ്റെ വൈകിട്ടത്തെ പ്രോഗ്രാംസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിയിലുള്ള ലൈറ്റ്സൊക്കെ എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം വൈകുന്നേരത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എഴുന്നള്ളത്താണ്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് ഞങ്ങളുടെ മുരുകനാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതായി പോകുന്നതാണ്. വൈകിട്ടത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ്. ഇപ്പോൾ അമ്പലത്തിൽ പാട്ടിൻ്റെ അരങ്ങേറ്റവും ഡാൻസും ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാം. പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പം എഴുന്നള്ളത്ത് വരും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരും. അപ്പം അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊരു കടയിലൊക്കെ കയറി. അപ്പോൾ ചേച്ചി ഇതാ ഈ വള വാങ്ങിച്ച്. നല്ല രസമുണ്ട് ഈ വള കാണാൻ. ചേച്ചി നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ കടയിൽ കയറി വളയും പിന്നെ കോളിഫ്ലവർ ബജ്ജിയും മുളക് ബജ്ജിയൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ വീടിൻ്റെ കുറച്ച് മാറിയുള്ളൊരു വഴിയിൽ നിൽക്കണം. അവിടെയാണ് എഴുന്നള്ളത്തൊക്കെ വന്നിട്ട് താലപ്പൊലിയായിട്ട് സ്വീകരിച്ച് വരുന്നത്. രാത്രി ആയതുകൊണ്ട് എത്ര ക്ലിയർ അല്ല എൻ്റെ വീഡിയോസ്. എൻ്റെ കൂടെ ഇയായുണ്ട്, അതെൻ്റെ വലിയച്ഛൻ്റെ മോളാണ് ഇപ്പുറത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും. അപ്പോൾ അതാ ടൗണിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതിൻ്റെ സിഗ്നലാണ് ആ വെടിക്കെട്ട്. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി കാണാമെന്ന് വെച്ചപ്പോഴത്തേക്കിനും അങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കണ്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എഴുന്നള്ളത്ത് വരാൻ സമയമായി. പിന്നെ ഞങ്ങൾ കുറേ നേരം കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു. എല്ലാവരും നിന്ന് നല്ല കാര്യം പറച്ചിലാണ്. അമ്മ മാത്രം അവിടെ മാറി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എഴുന്നള്ളത്ത് വന്നു. എഴുന്നള്ളത്ത് വന്നപ്പോൾ യക്ഷിക്കോലമോ അങ്ങനെ കണ്ട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ആദ്യമായിട്ട്. അതിൻ്റെ നേരെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്തായാലും അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ നേർക്കത് വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ അങ്ങ് മാറ്റി. അപ്പം ഞാൻ പേടിച്ചു പോയി. ഞാൻ പേടിച്ച് കരഞ്ഞു. പിന്നെ കുറച്ച് നേരം പേടിച്ച് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ റെഡിയായി.
തിരിച്ചൊന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും. ഇതാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായി എഴുന്നള്ളത്ത്. ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഉത്സവത്തിന് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഉത്സവം കൂടാനായിട്ട് ലീവ് എടുത്ത് വന്നതാണ് ഞങ്ങളുടെ വലിച്ച്. കൂടത്തിൽ തന്നെ എൻ്റെ മൂത്ത വലിച്ച്, എൻ്റെ അച്ഛൻ്റെ 2 ചേട്ടൻ. ഒരേ മുന്നേരെ കാണത്തില്ല. അങ്ങനെ എഴുന്നള്ളത്തൊക്കെ അമ്പലത്തിലെത്തി. ഞങ്ങളിനി അമ്പലത്തിലോട്ട് നടക്കുകയാണ്. ഇപ്പം വയലിൻ ഫ്യൂഷനുണ്ട്, അത് കഴിഞ്ഞിട്ട് സേവ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ യാത്രയപ്പ് ഉണ്ട്. വലഞ്ചുഴിയമ്മയും താഴൂരമ്മയും തിരിച്ചു പോകുന്നതിൻ്റെ യാത്രയപ്പ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഫ്യൂഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സേവ നടക്കും. ഇവിടെ നമുക്ക് പറയൊക്കെ ഇടാം.
അങ്ങനെ സേവയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2:30 ആയപ്പോൾ യാത്രയപ്പം തുടങ്ങി. 4 മണിയൊക്കെ ആയപ്പോൾ യാത്രയപ്പ് കഴിഞ്ഞു. ഞാനങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.